ഹായ് ഡിയർ വ്യൂവേഴ്സ്, എല്ലാവർക്കും ഫിക്ഷൻസ് ഓൺലൈനിലേക്ക് സ്വാഗതം. പാടാത്ത പൈങ്കിളിയുടെ ഒരു തകർപ്പൻ എപ്പിസോഡുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും പുതുതായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ തുടർന്ന് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ തന്നെ കാണാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. ദേവയെയും കൺമണിയെയും തമ്മിൽ തെറ്റിക്കാൻ ശ്രമിച്ച ചേച്ചിമാരെ നൈസായിട്ട് പൊളിച്ചടുക്കിയ അവന്തിക. അതിനുശേഷം കൺമണി അവന്തികയോട് ചോദിക്കുകയാണ്, അവന്തികയെ സാറിനെ വിളിക്കുമായിരിക്കും അല്ലേ? അപ്പോൾ അവന്തിക പറഞ്ഞു, പിന്നെ വിളിക്കാതെ, എടി കെട്ടിയോൻ പുറത്തു പോയാലേ കെട്ടിയോളെ വിളിക്കണ്ടേ? അപ്പോൾ കൺമണി പറയാ, അല്ല സാധാരണ സാറ് പുറത്തു പോയാൽ വിളിക്കാറുള്ളത് അച്ഛനെയല്ലേ, അല്ലെങ്കിൽ നിന്നെ. എന്നെ വിളിക്കുകയോ ഇല്ലയോ എന്നറിയില്ല. മാത്രമല്ല പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനും ഇല്ലല്ലോ. അപ്പോൾ ദേവ വിളിക്കണം എന്നൊരാഗ്രഹം കൺമണിയുടെ മനസ്സിലുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവന്തിക പറയുകയാണ്, നിന്റെ ധർമ്മസങ്കടം എനിക്ക് മനസ്സിലായി. എടി ഏട്ടൻ നിന്നെ വിളിക്കും. അപ്പോൾ കൺമണി പറഞ്ഞു, എന്ന് കരുതി നീ സാറിനെ കൊണ്ട് പറഞ്ഞു വിളിപ്പിക്കണ്ട, സാറിന് മനസ്സിൽ തോന്നി വിളിക്കട്ടെ. അപ്പോൾ അവന്തിക പറയാ, അമ്പടി നിന്റെ മനസ്സിലുണ്ട് ചില പരീക്ഷണങ്ങളൊക്കെ അല്ലേ? അപ്പോൾ കൺമണി പറഞ്ഞു, അത് പരീക്ഷണമൊന്നുമല്ല, പ്രാർത്ഥനയാ. അങ്ങനെയൊക്കെ ഒന്ന് തോന്നണേന്ന്. ഒരു ചെറിയ കാരുണ്യം മതി എനിക്ക് ഒരു ജന്മം കൊണ്ടാടാൻ. അപ്പോൾ അവന്തിക പറഞ്ഞു, നീ വിഷമിക്കണ്ടടി, ഏട്ടൻ നിന്നെയും വിളിക്കൂ, അതുറപ്പാ. ഇതേ സമയം തനുജ മറ്റൊരാളുടെ കൂടെ കാറിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ തനുജ അയാളോട് പറയുക, സച്ചിൻ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ പെട്ടെന്ന് കാണുമെന്ന് പറഞ്ഞ് എന്നെ വിളിക്കരുതെന്ന്. എനിക്ക് എന്തുമാത്രം ടെൻഷനാണെന്നറിയോ? അപ്പോൾ അയാൾ ചോദിക്കുക, നീ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണോ? അപ്പോൾ തനുജ ചോദിക്കുക, ഇന്ന് ഞാൻ പറഞ്ഞോ എനിക്ക് കാണണം, സംസാരിക്കണം, അടുത്തിരിക്കണം എന്നൊക്കെ തന്നെ ആഗ്രഹം. പക്ഷേ എനിക്കൊരു കുടുംബമുണ്ട്, മോളുണ്ട്. അപ്പോൾ അയാൾ പറയാ, നമ്മളിങ്ങനെയൊക്കെ ആവുമ്പോഴും നിനക്കിതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തനുജ പറയാ, സമ്മതിച്ചു, അതുകൊണ്ടല്ലേ ഞാൻ കൂടെ കൂടെ ചോദിക്കുന്നേ. നമ്മുടെ കാര്യത്തിൽ നീ വ്യക്തമായൊരു തീരുമാനം പറ, എന്നാലല്ലേ എനിക്ക് എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കാൻ പറ്റൂ. അപ്പോൾ അയാൾ പറയാ, തനു നിനക്കറിയാലോ ഞാനിപ്പോൾ സെറ്റിൽഡ് അല്ല, ഒന്ന് കാലുറപ്പിച്ച് നിൽക്കാൻ കുറച്ച് സമയമെടുക്കും. അതുവരെ നീ ഒന്ന് ശ്രമിച്ചാൽ പിന്നെ എന്നും നമ്മൾ ഒന്നിച്ചായിരിക്കും. അപ്പം തനുജ പറയുക, ഒരുപാട് കാലമൊന്നും എടുക്കരുത്, അതുവരെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഫൈറ്റ് ചെയ്ത് നിൽക്കാം. ഒരു കാര്യം മനസ്സിലാക്കിക്കോ സച്ചിൻ, ഞാൻ നിന്നെപ്പോലെ ഒറ്റത്തടിയല്ല. ഒരുപാട് കൊമ്പും ചില്ലയും എല്ലാം വെട്ടിമുറിച്ചിട്ട് വേണം എനിക്ക് പുറത്തിറങ്ങാൻ. അവസാനം എല്ലായിടത്തും കേൾക്കുന്നത് പോലെ എനിക്ക് പെരുവഴിയിൽ നിന്ന് കരയേണ്ടി വരരുത്. അപ്പം സച്ചിൻ പറയുക, ഞാൻ ജീവിതത്തിലെ കുറച്ച് ലക്ഷ്യങ്ങളെക്കുറിച്ച് പറയാറില്ലേ, അതൊക്കെ നീ എൻ്റെ കൂടെ വരുമ്പോഴുള്ളതാ. എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യവും ഏറ്റവും വലിയ ആഗ്രഹവും നീ തന്നെയാ. ഇതും പറഞ്ഞ് തനുജയുടെ കൈ ചേർത്ത് പിടിക്കുമ്പോൾ തനുജ പറയുകയാണ്, ഞാൻ വിശ്വസിക്കുന്നു, ഒരുപാട് കാലം എനിക്കിങ്ങനെ ഒളിച്ചു നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നെങ്കിലും ഒരിക്കൽ പിടിക്കപ്പെടുന്നതിന് മുൻപ് എനിക്ക് ഇറങ്ങാം നിന്റെ കൂടെ. അങ്ങനെ അവർ ഇതെല്ലാം സംസാരിച്ചുകൊണ്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം കടന്നുപോയി, രാത്രിയായി. ദേവ ഫയൽസും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരത്ത് വന്നിട്ട് ചോദിക്കുക, ദേവ നമുക്ക് നാളെ ഏർലി മോർണിംഗ് പ്രോഗ്രാം ഉണ്ടോടാ? അപ്പോൾ ദേവ പറഞ്ഞു, ഉണ്ടല്ലോ, രാവിലെ 7 മണിക്ക് രാമസ്വാമി അയ്യരെ കാണണം. പുള്ളി ഭയങ്കര സ്ട്രിക്റ്റാ, സമയം തെറ്റിപ്പോയാലേ പിന്നെ ഒരിക്കലും മീറ്റിംഗ് നടക്കില്ല. ഇത് കേട്ടതും ശരത്ത് ചോദിക്കുക, അതെന്തിനാടാ 7 മണിക്കാക്കിയത്? 5 മണിക്കാക്കിക്കൂടെ? അങ്ങനെയായിരുന്നെങ്കിൽ വെളുപ്പിനെ നിർമാല്യം തൊഴാൻ എന്ന പോലെ നമുക്കങ്ങ് പോവായിരുന്നു. അപ്പോൾ ദേവ ചോദിക്കുക, എടാ നമ്മുടെ സൗകര്യമല്ലല്ലോ, അവരുടെ സൗകര്യമല്ലേ നോക്കണ്ടേ? അപ്പോൾ ശരത്ത് പറയുക, ഇത് ഭയങ്കര കഷ്ടമാണ് കേട്ടോ, ഒന്ന് പുറത്ത് ചാടിയപ്പോൾ 2 അടിച്ചൊന്ന് സെറ്റാവാന്ന് കരുതിയതാ. വെളുപ്പിന് എഴുന്നേക്കണമെങ്കിൽ പിന്നെ അതും കുളവായില്ലേ? അപ്പോൾ ദേവ പറഞ്ഞു, എടാ മോനെ, അത് നമുക്ക് കമ്പനി ടൂർ പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോൾ ആലോചിക്കാം. ഇപ്പോൾ വന്നതേ ബിസിനസ്സിനാ, ഓൺലി ഫോർ ബിസിനസ്. ഇതും പറഞ്ഞ് ദേവ പോയി നോക്കിക്കൊണ്ടിരുന്ന ഫയൽ അവിടെ വെച്ചിട്ട് മറ്റൊരു ഫയലും എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ ശരത്ത് പറയാ, തിരിച്ചു ചെല്ലട്ടെ, ഞാൻ കൺമണിയെ നന്നായിട്ടൊന്ന് കാണുന്നുണ്ട്. അപ്പോൾ ദേവ ചോദിച്ചു, എന്തിനാടാ? അപ്പോൾ ശരത്ത് പറയാ, നിന്നെ പിടിച്ചേ ഒന്ന് കെട്ടിയിടാൻ. ഭാര്യമാർ ഇച്ചിരി കൊഞ്ചിലും കളിയുമായിട്ടങ്ങ് ശ്രമിച്ചാ ഭർത്താക്കന്മാരെ അങ്ങ് കുരുക്കിയിടാം, പിന്നെ നീ ഇങ്ങനെ കിടന്ന് ചാടില്ലല്ലോ. അപ്പോൾ ദേവ ചോദിക്കുക, എടാ നിനക്ക് തോന്നുന്നുണ്ടോ അയാളുടെ ഭാഗത്തുനിന്ന് എന്നെ നിയന്ത്രിക്കുന്ന എന്തെങ്കിലും നീക്കം ഉണ്ടാകുമെന്ന്? അപ്പോൾ ശരത്ത് പറയാ, അതും ശരിയാണല്ലോ, വേറെ വല്ല പെണ്ണുങ്ങളും ആയിരുന്നെങ്കിലേ ഇപ്പം നിന്റെ തലയിൽ കയറിയിരുന്ന് ഭരിക്കേണ്ട സമയം കഴിഞ്ഞു. പോട്ടെ, അല്ല നീ കൺമണിയെ വിളിച്ചോ? അപ്പോൾ ദേവ പറഞ്ഞു, ഇല്ല വിളിച്ചില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. അപ്പോൾ ശരത്ത് ഓടിച്ചെന്ന് ദേവയുടെ അരികിലിരുന്നിട്ട് പറയാ, എടാ എൻ്റെ കാര്യങ്ങളോ മുടങ്ങി, അവിടെ കാത്തിരിക്കുന്നവരെ കൂടെ എന്തിനാ ടെൻഷനാക്കുന്നേ, നീ വീട്ടിലോട്ട് വിളിക്കേ. അപ്പോൾ ദേവ പറഞ്ഞു, എടാ ഞാൻ ഇപ്പം ഇത് ഫിനിഷ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വിളിച്ചോളാം. അപ്പോൾ ശരത്ത് പറഞ്ഞു, നീ എന്താന്ന് വെച്ചാൽ ചെയ്യേ, എന്തായാലും ഞാനൊന്ന് പുറത്തിറങ്ങാൻ പോവാ. അപ്പോൾ ദേവ സംശയത്തോടെ ഒന്ന് ചോദിച്ചു, കുളമാക്കാനാ പരിപാടിയല്ലേ? അപ്പോൾ ശരത്ത് പറയാ, ഒന്നുമില്ലടാ, താഴെ ബാറ് വരെ, ഒറ്റ ബിയറിലൊതുക്കും, ഞാനിങ്ങ് പോരും.
രാവിലെ നീ ഒറ്റ വിളി വിളിക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റോളാം. രാമസ്വാമിയുടെ മുന്നിൽ ചെന്ന് തൊഴു കൈയോടെ നിന്നോളാം, പോരെ? ഈ ഫയൽ നോക്കിയിരുന്നാലേ ഇരിക്കുന്നത് എവിടെയാന്ന് മറന്നു പോകുന്നവനാ നീ. ആ പെങ്കൊച്ചിനെ വിളിക്കാൻ മറക്കല്ലേടാ. അപ്പം ദേവ പറഞ്ഞു, ഇല്ലടാ, ഞാൻ വിളിക്കും, വിളിക്കേണ്ട സമയത്ത് വിളിക്കും. അങ്ങനെ ദേവയോട് പറഞ്ഞിട്ട് ശരത്ത് പുറത്തേക്ക് പോയി. ഇതേ സമയം അച്ഛൻ വീട്ടിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൺമണി അച്ഛൻ്റെ അടുത്തേക്ക് വരിക. അച്ഛൻ ഫോൺ കട്ട് ചെയ്തതും കൺമണി ചോദിക്കുക, അച്ഛ ആരായിരുന്നു ഫോണിൽ? അപ്പോൾ അച്ഛൻ ചോദിക്കുക, എന്തു പറ്റി? സാധാരണ നീ ഇങ്ങനെ ഒന്നും ചോദിക്കാറില്ലല്ലോ. ദേവേ ആയിരിക്കുമോ എന്ന് കരുതിയിട്ടാണ് കൺമണി അങ്ങനെ ചോദിച്ചത്. പക്ഷേ അത് അച്ഛൻ മനസ്സിലാക്കാതിരിക്കാൻ കൺമണി മറ്റൊരു രീതിയിൽ കാര്യം പറയുകയാണ്. കൺമണി പറയുക, അല്ല അച്ഛൻ ടെൻഷനിലാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അച്ഛൻ, ടെൻഷനോ? അങ്ങനെ ഒന്നുമില്ല. ഇതേ കൂടെ വർക്ക് ചെയ്തിരുന്നൊരു സുഹൃത്തിനോട് സംസാരിക്കുകയായിരുന്നു. പിന്നെ അത് മോൾക്ക് ടെൻഷനായിട്ട് തോന്നിയോ? അപ്പോൾ കൺമണി പറയാ, അത് എനിക്ക് തോന്നിയതായിരിക്കും. പിന്നെ ദേവസാർ അവിടെ എത്തിയോ അച്ഛാ? റൂമൊക്കെ നല്ലതാണോ? എന്തെങ്കിലും പറഞ്ഞു അച്ഛാ? അപ്പോഴാണ് അച്ഛന് കാര്യം മനസ്സിലായത്. അച്ഛൻ പറയാ, ദേവ പോയിട്ട് നിന്നെ വിളിച്ചിട്ടില്ല. അപ്പോൾ കൺമണി പറയാ, സാറിന് നല്ല തിരക്കായിരിക്കില്ലേ? അച്ഛനെ വിളിച്ചെങ്കിൽ വെറുതെ വിശേഷം അറിയാമെന്ന് കരുതിയിട്ടാ. അപ്പോൾ അച്ഛൻ പറയാ, എന്നെയും വിളിച്ചിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ടെൻഷൻ മനസ്സിൽ വെച്ച് മൂപ്പിക്കണ്ട, നമുക്ക് അവനെ അങ്ങോട്ട് വിളിക്കാം. അപ്പോൾ കൺമണി പറയാ, അയ്യോ വേണ്ടച്ചാ. അപ്പോൾ അച്ഛൻ ചോദിച്ചു, അതെന്താ? അവൻ ഇഷ്ടാവില്ല എന്ന് കരുതിയിട്ടാണോ? എൻ്റെ ഫോൺ കോൾ അവൻ എത്ര തിരക്കാണെങ്കിലും അറ്റൻഡ് ചെയ്തിരിക്കും. അപ്പോൾ കൺമണി പറഞ്ഞു, അതെനിക്കറിയാം, പക്ഷെ വേണ്ടച്ചാ. അപ്പോൾ അച്ഛൻ ചോദിച്ചു, അതെന്താ മോളെ? അപ്പോൾ അത് കൺമണി പറയാ, അല്ല ഇവിടുന്ന് പോയിട്ട് ഞാൻ മനസ്സിലുണ്ടെങ്കിൽ സാറൊന്ന് ഓർത്ത് വിളിക്കുമല്ലോ, അതല്ലേ നല്ലത്. അപ്പോൾ അച്ഛൻ ചിരിച്ചുകൊണ്ട് പറയാ, ഇത് സാധാരണ ഭാര്യമാരുടെ ഒരു പരീക്ഷണം തന്നെയാ. നിന്റെ അമ്മയും നടത്തിയിട്ടുണ്ട് ഇത്തരം പരീക്ഷണങ്ങൾ. ഓഫീസ് ടൂറിനിടയിൽ മറന്നു പോകുമോ, മീറ്റിംഗ് കഴിയുമ്പോൾ വേണ്ടാന്ന് വെക്കുവോ, രാത്രി ഉറക്കത്തിന് മുൻപ് ഒരു ഗുഡ് നൈറ്റ് പറയുക, ഇങ്ങനെ പലവിധ പരീക്ഷണങ്ങളുണ്ട്. എൻ്റെ മോളും ഇപ്പോൾ അക്കൂട്ടത്തിലായി. അപ്പോൾ കൺമണി പറയാ, അയ്യേ അച്ഛനൊന്ന് പോയേ, ഞാനല്ലേ സാറിനെ പരീക്ഷിക്കാൻ നടക്കുന്നത്. അപ്പോൾ അച്ഛൻ കൺമണിയോട് പറഞ്ഞു കൊടുക്കുക, മോളെ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രായത്തിൽ ചില കുസൃതികളും സൗന്ദര്യ പിണക്കങ്ങളും അതിനെ ചൊല്ലി ഉണ്ടാകുന്ന സംസാരങ്ങളും ഒക്കെ ആവശ്യമാണ്. അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെയും പ്രായമൊക്കെ എത്തുമ്പോൾ കഴിഞ്ഞുപോയ കാലം നല്ല കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നോർത്ത് മനസ്സ് വേദനിക്കും. മോള് വേണമെങ്കിൽ ദാ അച്ഛൻ്റെ ഫോൺ കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഫോൺ കൺമണിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ കൺമണി പറഞ്ഞു, അയ്യോ വേണ്ടച്ചാ, സാറ് വിളിച്ചാൽ അച്ഛൻ എനിക്ക് തന്നാൽ മതി. ഇതും പറഞ്ഞ് കൺമണി അങ്ങ് പോയി. അപ്പോൾ അച്ഛൻ നല്ല സന്തോഷത്തിൽ നിൽക്കുകയാണ്. പിന്നീടൊന്ന് കറങ്ങി കൺമണി അവന്തികയുടെ അടുത്ത് വന്നു. അവന്തിക അപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കൺമണി അവന്തികയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, നീ എഴുതുക? അപ്പോൾ അവന്തിക ചോദിക്കുക, കണ്ണ് കണ്ടുകൂടിയോ നിനക്ക്? അപ്പോൾ കൺമണി ചോദിച്ചു, അല്ല നിനക്ക് ചൂടുവെള്ളമോ കട്ടൻ ചായയോ അങ്ങനെ എന്തെങ്കിലും വേണോ? അപ്പോൾ അവന്തിക ചോദിക്കുക, ഇതിന് മുൻപ് ഞാൻ എഴുതാനിരിക്കുമ്പോൾ ഇതൊന്നും പതിവില്ലല്ലോ, ഇന്നെന്താ പ്രത്യേകിച്ച്? അപ്പോൾ കൺമണി പറഞ്ഞു, പ്രത്യേകതയൊന്നുമില്ല, നീ എന്താ ചൂടാവുന്നേ? അപ്പോൾ അവന്തിക ചോദിക്കുക, ഞാൻ ചൂടായോ? നിനക്ക് എന്താടി? അപ്പോൾ കൺമണി പറഞ്ഞു, ഒന്നുമില്ല, മുറിയിൽ തനിച്ചിരുന്നപ്പോൾ ബോറടിച്ചു, അപ്പോൾ നിൻ്റെ അടുത്ത് വന്നിരിക്കാമെന്ന് കരുതി. അപ്പോൾ അവന്തിക പറയാ, പക്ഷേ ഇന്ന് നിൻ്റെ ബോറടി മാറ്റാൻ ഒരു മാർഗവും ഇല്ല. നാളെ എനിക്കൊരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ളതാ, അതുകൊണ്ട് എൻ്റെ പൊന്നു മോള് വിട്ടോ. അപ്പോൾ കൺമണി പറഞ്ഞു, എന്നാ നിൻ്റെ എഴുത്ത് നടക്കട്ടെ, ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നോളാം എന്ന് പറഞ്ഞ് അവിടെ മാറിയിരിക്കുക. അപ്പോൾ അവന്തിക ചോദിച്ചു, അതെന്തിനാ അത്? അപ്പോൾ കൺമണി പറയുക, ചുമ്മാ. എന്നിട്ട് കൺമണിയുടെ നോട്ടം മുഴുവനും അവന്തികയുടെ ഫോണിലാണ്. പവർ ബട്ടണൊക്കെ ഒന്ന് ഞെക്കി ഫോൺ ഓണാണോ എന്നൊക്കെ ഒന്ന് കൺഫേം ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. ഇതെല്ലാം അവന്തിക ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവന്തികയ്ക്ക് ഇത് കണ്ടിട്ടാണെങ്കിൽ ചിരി വരിക. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കൺമണി പറയാ, അയ്യോ ഫോൺ ഓണാണല്ലോ, ഞാൻ കരുതി നീ ഫോൺ ഓഫാക്കിയിരിക്കുകയാണെന്ന്. അപ്പോൾ അവന്തിക ചോദിക്കുക, എന്താടി നിനക്കാരെങ്കിലും വിളിക്കാനുണ്ടോ? അപ്പോൾ കൺമണി പറയാ, ഇല്ല, ഞാനിതൊക്കെ വെറുതെ ചോദിക്കുന്നതാ. അപ്പോൾ അവന്തിക പറഞ്ഞു, ഇന്ന് നിന്റെ വെറുതെ ചോദിക്കലേ കുറച്ച് കൂടുന്നുണ്ട്. എന്താ മോളെ ഒരു കള്ളലക്ഷണമൊക്കെ? ഉള്ള കാര്യം പറഞ്ഞാൽ ഞാൻ ആ കാര്യം പരിഹരിച്ചു തരാം. അപ്പോൾ കൺമണി പറയാ, എന്ത് കാര്യം? ഒരു കാര്യവുമില്ല, ഞാൻ വന്നത് ബുദ്ധിമുട്ടായെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. ഇതും പറഞ്ഞ് കൺമണി അങ്ങ് എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ അവന്തികയുടെ ഫോണിലേക്ക് കോള് വന്നു. ദേവയുടെ കോളായിരുന്നു അത്. അത് കണ്ടപാടെ കൺമണി പറയാ, ദേവസാർ വിളിക്കുന്നു. പക്ഷെ അതിനൊരു മൈൻഡും കൊടുക്കാതിരിക്കുകയാണ് അവന്തിക. അപ്പോൾ കൺമണി വീണ്ടും പറയുക, ദേവസാർ വിളിക്കുന്നു. അപ്പോൾ അവന്തിക പറഞ്ഞു, ഞാൻ കണ്ടു, എടുക്കണ്ട. അപ്പോൾ കൺമണി ചോദിക്കുക, അയ്യോ അതെന്താ? അപ്പോൾ അവന്തിക പറഞ്ഞു, ഞങ്ങളെ കുറച്ചു മുമ്പ് ഉടക്കിയാ ഫോൺ വെച്ച് സോപ്പിടാൻ വേണ്ടി വിളിക്കുന്നതാ, എനിക്ക് താല്പര്യമൊന്നുമില്ല. അപ്പോൾ കൺമണി പറയുക, അയ്യോ എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയിട്ടായിരിക്കും വിളിക്കുന്നത്, നീ ഫോൺ എടുത്തേ. അപ്പോൾ അവന്തിക പറഞ്ഞു, ഇല്ലയെന്ന് പറഞ്ഞാൽ ഇല്ല, ഇവിടുത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണെങ്കിലേ വേറെ ആരെങ്കിലും വിളിച്ച് ചോദിക്കട്ടെ. അപ്പോഴേക്കും ഫോൺ റിങ് ചെയ്ത് കട്ടായി. അപ്പോൾ കൺമണി പറയുക,
കണ്ടോ കട്ടായി. എന്ത് കഷ്ടമായത്. അപ്പോൾ അവന്തിക ചോദിക്കുക, എന്ത് കഷ്ടം? ഇപ്പോഴല്ല, ഇന്ന് രാത്രി മുഴുവൻ വിളിച്ചാലും ഞാൻ ഈ ഫോൺ എടുക്കാൻ പോകുന്നില്ല. അപ്പോൾ കൺമണി ഭയങ്കര നിരാശയിലിരിക്കുകയാണ്. ഇത് കണ്ടിട്ടാണെങ്കിൽ അവന്തികയ്ക്ക് ചിരി അടക്കാനാവുന്നില്ല. അപ്പോൾ ദേവയുടെ കോള് വീണ്ടും വന്നു. അപ്പോൾ കൺമണി ഭയങ്കര സന്തോഷത്തോടെ അവന്തികയോട് പറയുക, ദേ വീണ്ടും വിളിക്കുന്നു, എടുക്ക് അവന്തികയെ, ഫോൺ എടുക്ക്. പിന്നെ ആയപ്പോഴേക്കും കൺമണിക്ക് ദേഷ്യം വന്നു. കൺമണി പറയുക, എടി നിന്നോടല്ലേ പറഞ്ഞത് ഫോൺ എടുക്കാൻ. കൺമണിയുടെ ഭാവമാറ്റം കണ്ടതും അവന്തിക ഒന്ന് നോക്കി. അപ്പോൾ കൺമണി പറയാ, സോറി. അപ്പോൾ അവന്തിക ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എടി പൊട്ടി, ഏട്ടൻ്റെ കോളും കാത്താ നീ ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നതെന്ന് എനിക്കറിയാം. നിന്റെ പ്രേമം പൂക്കുന്നതേ എനിക്കൊന്ന് കാണാൻ വേണ്ടിയല്ലേ ഞാനൊന്ന് ഇട്ടുപിടിച്ചത്. ഫോൺ എടുക്ക് എന്ന് പറഞ്ഞു. എന്നിട്ടും കൺമണി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവന്തിക പറഞ്ഞു, ശരി ഞാൻ എടുക്കാം. അങ്ങനെ അവന്തിക ഫോൺ അറ്റൻഡ് ചെയ്തതും ദേവ ചോദിക്കുക, എടി കൺമണി ഉണ്ടോ നിൻ്റെ അടുത്ത്? അപ്പോൾ അവന്തിക പറഞ്ഞു, പിന്നെ എൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. എൻ്റെ തൊട്ടടുത്തെന്നല്ല, ഈ ഫോണിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. വിളിയും കാത്തിരിക്കുക, കൊടുക്കണോ? അപ്പോൾ ദേവ പറഞ്ഞു, നീയൊന്ന് കൊടുത്തേ. അങ്ങനെ അവന്തിക ഫോൺ കൺമണിയുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ കൺമണി പറയാം, ഞാനേ അവിടെ നിന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് കൺമണി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. അവന്തിക ഇത് കണ്ടപ്പോൾ ഇരുന്ന് ചിരിക്കുകയാണ്. അങ്ങനെ കൺമണി ഓടി മുറിയിൽ വന്നിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ കൺമണി ആകെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവ ചോദിക്കുക, ഇതെന്തിനാടോ ഓട്ടപ്പന്തയത്തിന് നിന്നേ? നടന്നു വന്നാൽ പോരായിരുന്നോ? അപ്പോൾ കൺമണി പറയാം, അല്ല അത് പെട്ടെന്ന് സാറിൻ്റെ കോള് വന്നപ്പോൾ ശബ്ദം കേട്ടപ്പോൾ ഞാൻ സന്തോഷം കൊണ്ട്. അപ്പോൾ ദേവ ചോദിക്കുക, ശബ്ദം കേൾക്കാൻ ഇത്രയ്ക്ക് കൊതിയായിരുന്നെങ്കിലേ ഇങ്ങോട്ട് വിളിക്കായിരുന്നില്ലേ? അപ്പോൾ കൺമണി പറഞ്ഞു, അത് പിന്നെ സാർ തിരക്കിലായിരിക്കില്ലേ, ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ദേവ ചോദിച്ചു, പിന്നെ ഞാൻ പോന്ന ശേഷം അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ, ആരും ബുദ്ധിമുട്ടിച്ചില്ലല്ലോ? അപ്പോൾ കൺമണി പറഞ്ഞു, ഏയ് ഇല്ല. സാറിന് അവിടെ നല്ല ഫുഡൊക്കെ കിട്ടുന്നുണ്ടോ? അപ്പോൾ ദേവ പറഞ്ഞു, അതൊക്കെ കിട്ടും. ആവശ്യം എന്താണെന്ന് ഹോട്ടലിൽ പറഞ്ഞാൽ അതൊക്കെ അവരെത്തിച്ചോളും. അല്ല താൻ ഫുഡ് കഴിച്ചോ? അപ്പോൾ കൺമണി പറയാ, എല്ലാവരും കഴിക്കാറാവുന്നല്ലേ ഉള്ളൂ. ഞാൻ ജോലിയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് തന്നെ വിളിക്കാമെന്ന് കരുതിയതാ. അപ്പോൾ ഫ്രീ ആയിട്ട് സംസാരിക്കാമല്ലോ. ഇത് കേട്ടതും കൺമണി പറയാ, എന്നാ പറഞ്ഞോ. അപ്പോൾ ദേവ ചോദിച്ചു, എന്ത്? അപ്പോൾ കൺമണി പറയാ, അല്ല ഫ്രീ ആയിട്ട് എന്തോ പറയാനുണ്ടെന്ന്. അപ്പോൾ ദേവ പറഞ്ഞു, അതെ, ഒരാൾ പറയുന്നത് മറ്റൊരാൾ കേൾക്കുന്നത് ഒരു നടുക്കവും പേടിയും ഒക്കെ ആയിട്ടിരുന്നാലേ ആ ഫീല് കിട്ടില്ല. ഫ്രീ ആയിട്ട് സംസാരിക്കണമെങ്കിൽ രണ്ടുപേരും ഫ്രീ ആയിട്ട് സംസാരിക്കണം. ഞാൻ തന്നോട് അല്പം സ്വാതന്ത്ര്യം കാണിക്കുന്നത് പോലെ താൻ എന്നോട് സ്വാതന്ത്ര്യം കാണിച്ചാലേ അത് നടക്കൂ. അപ്പോൾ കൺമണി ചോദിക്കുക, അത് ഞാൻ എങ്ങനെയാ പെട്ടെന്ന് അങ്ങനെയൊക്കെ? അപ്പോൾ ദേവ പറയാ, അതല്ലേ ഞാൻ പറഞ്ഞത്, പതിയെ പതിയെ, പതുക്കെ പതുക്കെ, ഫ്രീ ആയിട്ട്. അല്ല തനിക്ക് എന്തെങ്കിലും എന്നോട് പ്രത്യേകിച്ച് പറയാനുണ്ടോ? അപ്പോൾ കൺമണി പറയാ, ഞാനെന്ത് പറയാനാ, ഭക്ഷണം നന്നായിട്ട് കഴിക്കണം, നന്നായിട്ട് ഉറങ്ങണം, സന്തോഷമായിട്ട് ഇരിക്കണം, അത്രയൊക്കെ തന്നെ ഉള്ളൂ എനിക്ക് പറയാനും ആഗ്രഹിക്കാനും ഒക്കെ. അപ്പോൾ ദേവ പറയാ, താൻ എന്ത് പാവാടോ? അപ്പോൾ കൺമണി ചോദിക്കുക, ആണോ? അപ്പോൾ ദേവ പറയാ, പിന്നെ തൻ്റെ പാവതരം വെച്ച് നോക്കുമ്പോൾ ഞാനൊക്കെ വലിയ ദുഷ്ടന്മാരാ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദേവയ്ക്ക് ഒരു കോളിംഗ് ബെല്ല് കേട്ടു. അപ്പോൾ ദേവ പറഞ്ഞു, ഫുഡിൻ്റെ ഓർഡർ എടുക്കാൻ വന്ന ആളാ ഞാനിത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം. അപ്പോൾ കൺമണി പറഞ്ഞു, സാറ് കഴിച്ചിട്ട് കിടന്നോ, ഇനി വിളിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഭയങ്കര സന്തോഷമായി സാർ. അപ്പോൾ ദേവ പറഞ്ഞു, ഞാൻ വിളിച്ചോളാം, കിടക്കുന്നതിന് മുൻപ് ഒരു തവണ കൂടെ വിളിക്കും കേട്ടോ. അപ്പോൾ കൺമണി പറഞ്ഞു, കേട്ടു, എന്നാൽ ശരി. എന്നിട്ട് ദേവ കോള് കട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിട്ട് കൺമണി കോള് കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ദേവ വീണ്ടും കാതിലേക്ക് ഫോൺ വെച്ചിട്ട് ചോദിക്കുക, ഹലോ. അപ്പോൾ കൺമണി മറുപുറത്തുണ്ട്. അപ്പോൾ ദേവ ചോദിച്ചു, എന്താ ഫോൺ കട്ട് ചെയ്യാത്തേ? അപ്പോൾ കൺമണി പറയാ, അത് സാറ് കട്ട് ചെയ്തില്ല. അപ്പോൾ ദേവ പറയാ, ഇനിയിപ്പോൾ ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പ് താൻ ഫോൺ കട്ട് ചെയ്താൽ ഞാനിനി എന്തെങ്കിലും വിചാരിച്ചാലോ എന്ന് ഓർത്തിട്ടല്ലേ? ശരി ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവർ ഫോൺ വയ്ക്കുക. അത് കഴിഞ്ഞ് കൺമണി ഇങ്ങനെ ദേവ സംസാരിച്ച കാര്യങ്ങളും ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ അവന്തിക അവിടേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, എടി പെണ്ണെ, കഴിഞ്ഞോ നിൻ്റെ പ്രേമം? അപ്പോൾ കൺമണി തിരികെ ചോദിക്കുക, പ്രേമോ? എന്ത് പ്രേമം? അപ്പോൾ അവന്തിക പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലെങ്കിലേ പിന്നെ എന്തിനാ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് മാൻപേടയെ പോലെ നീയങ്ങ് പാഞ്ഞത്? അപ്പോൾ കൺമണി പറയാ, അത് പിന്നെ ഞാനും സാറ് സംസാരിക്കുമ്പോൾ. ഇത് കേട്ടതും അവന്തിക കളിയാക്കുക, എങ്ങനെ? ഞാനും സാറ് സംസാരിക്കുമ്പോൾ? അതായത് ഭാര്യയും ഭർത്താവും സംസാരിക്കുമ്പോൾ അന്യർക്ക് പ്രവേശനമില്ല അല്ലേ? അപ്പോൾ കൺമണി പറയാ, സാർ എന്നോട് കുറേ സംസാരിച്ചു, സുഖമാണോ എന്ന് ചോദിച്ചു, ഭക്ഷണം കഴിച്ചുവോ എന്ന് ചോദിച്ചു, ആരെങ്കിലും ഉപദ്രവിച്ചുവോ എന്ന് ചോദിച്ചു, ഇനിയും വിളിക്കും കിടക്കുന്നതിന് മുൻപ്. ഇതൊക്കെ കേട്ടപ്പോൾ അവന്തിക്ക് ഇങ്ങനെ കൺമണിയെ നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ കൺമണി പറയാ, നുണയല്ല, വിശ്വാസമായില്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ അവന്തിക പറഞ്ഞു, വിശ്വാസമായി,
എന്തൊരു സാധുവാടി പെണ്ണേ നീ. ഏട്ടൻ അങ്ങനെ വിളിക്കുന്നതും ചോദിക്കുന്നതും ഒക്കെ ഒരു കരുണയായിട്ട് നീ കാണണ്ട. ഭാര്യ എന്ന നിലക്കുള്ള നിന്റെ അവകാശമാണ്, കേട്ടല്ലോ. അപ്പൊ കൺമണി പറയാ, എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷമായി. അപ്പൊ അവന്തിക കൺമണിയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അതെ, സ്നേഹത്തിന്റെ സന്തോഷമാ. നീ ഒരു കാര്യം ചെയ്, നീ ഫോൺ കയ്യിൽ വെച്ചോ. അപ്പോൾ കൺമണി ചോദിച്ചു, അല്ല അവന്തികയ്ക്ക് വേണ്ടേ? അപ്പോൾ അവന്തിക പറഞ്ഞു, കിടക്കുന്നതിന് മുമ്പ് രണ്ടുപേർക്കും ഒരു വിളിയുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് കൊണ്ട് തന്നാൽ മതി. അങ്ങനെ കൺമണിയോട് ഗുഡ് നൈറ്റും പറഞ്ഞ് അവന്തിക അവിടെ നിന്ന് പോയി. അപ്പോൾ കൺമണി ഇങ്ങനെ ഒരുപാട് സന്തോഷത്തിൽ നിൽക്കുക. പിന്നീട് അച്ഛനൊരു കോള് വന്നു. അച്ഛൻ ഭയങ്കര ടെൻഷനിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ച് കോള് വെച്ചതിന് ശേഷം അച്ഛനിങ്ങനെ അവിടെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ അമ്മയും പേടിച്ചിങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി വരിക. എന്നിട്ട് ചോദിച്ചു, ആരായിരുന്നു ഫോണിൽ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, അത് എൻ്റെ ഒരു പഴയ സുഹൃത്താണ്. അപ്പോൾ അമ്മ വീണ്ടും ചോദിക്കുക, അതിന് എന്തിനാ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്? അല്ല, നിങ്ങൾക്ക് എന്തോ പറ്റി? ആകെ വിയർത്തിരിക്കുന്നല്ലോ. അച്ഛൻ്റെ ആ ഒരു പ്രകൃതം എല്ലാം കണ്ടപ്പോൾ സുശീലാമ്മയ്ക്ക് ആകെ ടെൻഷനായി. സുശീലാമ്മ ചോദിക്കുക, എന്തു പറ്റി? നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇല്ല സുശീലേ, താൻ പോയി കിടന്നോ, ഞാനങ്ങ് വന്നോളാം. അപ്പോൾ അമ്മ പറഞ്ഞു, ഇല്ല, എന്തോ പ്രശ്നമുണ്ട്, എന്താന്ന് പറ. അപ്പോൾ അച്ഛൻ ദേഷ്യപ്പെടുക, ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ, വിഷമം ചോദിച്ചിട്ട് എന്തിനാ, പരിഹരിക്കാൻ പറ്റുമോ അതെനിക്ക്? ഇതും പറഞ്ഞ് അച്ഛൻ ആകെ വെപ്രാളത്തിൽ വന്ന് വെള്ളം എടുത്ത് കുടിക്കുക. അപ്പോൾ അമ്മ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? ദേവ ഇവിടെ ഇല്ല, ഇനി അവൻ പോയെടുത്ത് വല്ല പ്രശ്നമുണ്ടോ? സത്യം പറ. അപ്പം അച്ഛൻ പറഞ്ഞു, സുശീലെ, അവൻ പോയിരിക്കുന്നിടത്ത് ഒരു പ്രശ്നവും ഇല്ല, അവനല്ല വിളിച്ചത്, അവനുമായി ബന്ധപ്പെട്ടൊരു കാര്യവുമല്ല, ഇത് ഞാൻ ജോലി ചെയ്തിരുന്ന കാലത്തുള്ളൊരു ഇഷ്യൂ ആണ്. അപ്പം അമ്മ ചോദിക്കുക, അന്നത്തെ കാലത്തെ പ്രശ്നത്തിന് എന്തിനാ ഇപ്പം ടെൻഷൻ? അപ്പം അച്ഛൻ പറയാ, അതൊന്നും പറഞ്ഞാൽ തനിക്കിപ്പം മനസ്സിലാവില്ല, ഞാൻ ടെൻഷനിലാണെന്ന് തനിക്ക് മനസ്സിലായല്ലോ, അതിൻ്റെ കൂടെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ, പ്ലീസ് താൻ പോയി കിടക്ക്, ഞാൻ അങ്ങോട്ട് വന്നോളാം, ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. അങ്ങനെ അച്ഛൻ ആകെ ടെൻഷൻ അടിച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ ടെൻഷൻ കണ്ടിട്ട് അമ്മയ്ക്കും ആകെ വിഷമമായി. പിറ്റേന്ന് നേരം പുലർന്നു. കൺമണി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരികയും ദേവയുടെ കോള് വരികയാണ്. അപ്പോൾ കൺമണി ഉടനെ തന്നെ ഫോൺ എടുത്തു. അപ്പോൾ ദേവ ചോദിച്ചു, നേരിട്ട് തന്നെ ഫോൺ എടുത്തല്ലോ. അപ്പോൾ കൺമണി പറഞ്ഞു, അത് അവന്തിക ഇവിടെ ഫോൺ വെച്ചിട്ട് പോയതാ, സാറ് വിളിച്ചാലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ദേവ പറഞ്ഞു, എടോ, ഈ കടം വാങ്ങലിൻ്റെ വല്ല ആവശ്യമുണ്ടോ? സ്വന്തമായിട്ടൊരു ഫോണങ്ങ് വാങ്ങിച്ചാൽ പോരെ? അപ്പോൾ കൺമണി പറയാ, എനിക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ തന്നെ എനിക്ക് ആരാ വിളിക്കാനുള്ളത്? വല്ലപ്പോഴും കൂടി സാറിനൊന്ന് വിളിക്കണമെങ്കിൽ അതിന് അവന്തികയുടെ ഫോൺ ഉണ്ടല്ലോ. അപ്പോൾ ദേവ പറഞ്ഞു, തർക്കമൊക്കെ നമുക്ക് പിന്നെ ആക്കാം, താനേ അത്യാവശ്യമായിട്ടൊരു കാര്യം ചെയ്യണം. അപ്പോൾ കൺമണി ചോദിച്ചു, എന്താ സാർ? അപ്പോൾ ദേവ പറയാ, താനേ നമ്മുടെ ഓഫീസ് വരെ ഒന്ന് പോകണം. അപ്പോൾ കൺമണി ചോദിച്ചു, അവിടെ ആർക്കെങ്കിലും ഫുഡ് കൊണ്ട് കൊടുക്കാനാണോ? അപ്പോൾ ദേവ പറഞ്ഞു, ഞാൻ വിളിച്ചത് കാറ്ററിംഗ് സർവീസിലേക്കല്ല, എൻ്റെ ഭാര്യയാ. നമ്മുടെ മുറിയിലെ ഷെൽഫിൽ ഒരു താക്കോലിരിപ്പുണ്ട്, അത് ഓഫീസിലെ ഷെൽഫിൻ്റേതാ. താൻ അവിടെ പോയി ആ ഷെൽഫ് തുറക്കണം, അതിനകത്തെ ചെറിയൊരു ബ്ലാക്ക് ബോക്സ് ഉണ്ട്, അതാണ് അത്യാവശ്യം. അപ്പോൾ കൺമണി പറയാ, അയ്യോ സാർ, ഞാനതെങ്ങനെ ചെയ്യാനാ? ഓഫീസിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞു വിട്ടാൽ ഞാൻ ആ താക്കോലെടുത്ത് കൊടുത്താൽ പോരെ? അപ്പോൾ ദേവ പറഞ്ഞു, അത് ശരിയാവില്ല, എൻ്റെ ഓഫീസ് ഷെൽഫ് മറ്റാരും തുറക്കാൻ പാടില്ല, അത്രയും ഗൗരവമുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് തന്നെ വിടുന്നത്. അപ്പോൾ കൺമണി പറഞ്ഞു, സാർ, എനിക്ക് അവിടെ ചെന്നിട്ട് ഇത്രയൊന്നും ചെയ്യാനുള്ള ധൈര്യമൊന്നും കിട്ടില്ല, പിന്നെ അവിടുത്തെ ആൾക്കാരുടെ ഇടയിലൊക്കെ. ഇപ്പം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ദേവ പറയാ, തൽക്കാലം ഈ കാര്യത്തിൽ നിന്ന് തൊഴിഞ്ഞു മാറാൻ തനിക്ക് പറ്റില്ല, തന്നെ ഞാൻ ഏൽപ്പിക്കുന്ന ഏറ്റവും ഉത്തരവാദിത്വമുള്ള ജോലിയാണ്, താൻ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടടോ. മിസ്സിസ് ദേവ എന്ന തൻ്റെ ഇടത്തോടെ ഓഫീസിലേക്ക് ചെന്നങ്ങ് കയറിയാൽ മതി, അവിടെ ആരും തന്നോട് പ്രത്യേകിച്ചൊന്നും ചോദിക്കില്ല, താൻ വരുന്നുണ്ടെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അപ്പോഴും കൺമണി മടിച്ചു നിൽക്കുക. അപ്പോൾ ദേവ ചോദിച്ചു, തനിക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഇവിടുത്തെ പരിപാടികളെല്ലാം അവസാനിപ്പിച്ച് ഞാൻ അങ്ങോട്ട് തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ കൺമണി പറഞ്ഞു, അയ്യോ സാറ് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ പൊയ്ക്കോളാം, പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാൽ? അപ്പോൾ ദേവ പറഞ്ഞു, അബദ്ധം സംഭവിച്ചാൽ ഞാനങ്ങ് സഹിച്ചു, തൽക്കാലം താൻ ഇറങ്ങാൻ നോക്ക്. അപ്പോൾ കൺമണി വീണ്ടും ചോദിക്കുക, ശരിക്കും പോകണം അല്ലേ സാർ? അപ്പോൾ ദേവ പറഞ്ഞു, പിന്നല്ലാതെ, പറഞ്ഞത് മറക്കണ്ട, നമ്മുടെ ഷെൽഫിൽ നിന്ന് താക്കോലെടുക്കുക, ഓഫീസിലെ ഷെൽഫ് തുറക്കുക, അതിൽ നിന്നും ഏറ്റവും ചെറിയ ബോക്സ് അതെടുത്താൽ മതി. മറ്റാരെങ്കിലും ആ ഷെൽഫ് തുറന്നാലേ നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്, അതൊക്കെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളോ തനിക്ക് മനസ്സിലായി തുടങ്ങുമ്പോഴേ മനസ്സിലാകൂ. അപ്പോൾ ഇങ്ങനെ ഇറങ്ങുകയല്ലേ? അപ്പോൾ കൺമണി പറഞ്ഞു, ഇറങ്ങാം. അപ്പോൾ ദേവ പറഞ്ഞു, പറഞ്ഞ കാര്യം ചെയ്തിട്ട് എന്നെ വിളിക്കണം, അപ്പോൾ ആ ബോക്സ് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കൺമണി പേടിയോടെ ചോദിച്ചു, അയ്യോ വേറെ വല്ലതും ചെയ്യാനുണ്ടോ? അപ്പോൾ ദേവ പറഞ്ഞു, ഇല്ലടോ, അത് അവിടെ ഒരാൾ വരും, അയാളുടെ കയ്യിൽ കൊടുത്താൽ മതി. എന്നിട്ട് ദേവ പറയാ, ഞാൻ നോക്കട്ടെ മിസ് ദേവയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ കൺമണി പറയാ, എന്നെ കൊണ്ട് കുളത്ത് ചാടിച്ചതും പോരാ, ഇനി പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന്. ഒന്ന് പോയേ, ഞാൻ ചെന്നിട്ട് വിളിക്കാം. അപ്പോൾ ദേവ പറയാ, എനിക്ക് ഉറപ്പുണ്ടോ, ഞാൻ പറഞ്ഞൊരു കാര്യമായതുകൊണ്ട് താൻ കൃത്യമായിട്ട് ചെയ്യുമെന്ന്. അങ്ങനെ അവർ സംസാരിച്ച് ഫോൺ വെച്ചു. അത് കഴിഞ്ഞപ്പോൾ കൺമണി ആകെ ടെൻഷനിൽ നിൽക്കുക. കൺമണി നേരെ രവിശങ്കറിൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് ചോദിച്ചു, രവിയേട്ടൻ ഫ്രീ ആണോ? അപ്പോൾ രവിശങ്കർ ചോദിച്ചു, എന്തു പറ്റി? ഞാൻ ഫ്രീ അല്ല, റെഡിയായി നിൽക്കണമെന്ന് പറഞ്ഞൊരു ഓർഡർ വന്നിട്ടുണ്ട് തനുജയുടെ അടുത്തുനിന്ന്.
ഒരു കൂട്ടുകാരുടെ വീട്ടിലെ ഫംഗ്ഷനാ. ഈ ആനയെ എഴുന്നള്ളിക്കുമ്പോൾ മുത്തുക്കുടയും വെഞ്ചാമരവും ഒക്കെ പോലെ ഒരെടുപ്പിന് ഭർത്താവും കൂടെ വേണമെന്ന് തോന്നിക്കാണും. ഒരു പ്രദർശന വസ്തു ആവാൻ ഞാനിതാ റെഡിയായി. അല്ലാതെ എവിടേക്കാ ആരുടെ അടുത്തേക്കാ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ കൺമണി പറഞ്ഞു, ഷോ കുഴഞ്ഞല്ലോ, ഞാൻ രവിയേട്ടനെയും കൂട്ടി പോവാന്ന് കരുതിയതായിരുന്നു. അപ്പോൾ രവിശങ്കർ ചോദിച്ചു, എങ്ങോട്ട്? അപ്പോൾ കൺമണി പറയാം, ദേ സാർ ഇപ്പോൾ വിളിച്ചിരിക്കുന്നു. എന്നിട്ട് സാറിൻ്റെ ഓഫീസിൽ ചെന്നിട്ട് ഷെൽഫിൽ നിന്ന് ഒരു ബോക്സ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നു. ഞാൻ തന്നെ പോയാലേ ശരിയാവൂന്ന്. അതാ. അപ്പോൾ രവിശങ്കർ പറയാം, അതിനെന്താ, ഓഫീസ് കൺമണിക്ക് അറിയില്ലേ, അങ്ങ് പോയാൽ പോരെ? അപ്പോൾ കൺമണി പറഞ്ഞു, അതൊക്കെ പറയാൻ എളുപ്പമാണ്. മുൻപ് പോയതേ കയ്യിലൊരു ടിഫിൻ ക്യാരിയറും വെച്ച് അസല് വേലക്കാരിയായിട്ടാ. ഇപ്പോൾ അങ്ങനെ പോകാനല്ല സാറ് പറയുന്നേ, മിസ്സിസ് ദേവയായിട്ട് ആ ഗൗരവത്തിൽ ചെല്ലാനാ. ഇത് കേട്ടപ്പോൾ രവിശങ്കരൻ പറഞ്ഞു, അങ്ങനെ തന്നെ പോകണം. അപ്പോൾ കൺമണി പറയാ, രവിയേട്ടനൊന്നും മിണ്ടാതിരുന്നേ, അവിടെ എല്ലാവരും പഠിപ്പും പത്രാസും ഒക്കെ ഉള്ള ആൾക്കാരാ. അതിനിടയിൽ ഞാൻ ചെന്ന് മസിൽ പിടിക്കാനോ? സാറ് നിർബന്ധമായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് സമ്മതിച്ചും പോയി. അപ്പോൾ രവിശങ്കർ കൺമണിയോട് പറഞ്ഞു, അതെ, താൻ ചെല്ലുന്ന കാര്യം ദേവ എന്തായാലും അവിടെ വിളിച്ചു പറയും. അങ്ങോട്ട് ആരോടും ഗൗരവം കാണിക്കേണ്ട കാര്യമില്ല. അവരെല്ലാവരും ഇങ്ങോട്ട് ഗുഡ് മോർണിംഗ് മാഡം എന്ന് പറയും. അപ്പോൾ തിരിച്ച് നല്ല സ്റ്റൈലായിട്ട് അങ്ങ് നടന്ന് ഒരു ഗുഡ് മോർണിംഗ് അങ്ങ് പറഞ്ഞേക്കണം. നേരെ ദേവയുടെ ക്യാബിനിലേക്ക് ചെല്ലുക, ദേവ പറഞ്ഞ കാര്യം ചെയ്യുക, ഇങ്ങോട്ട് ഇറങ്ങി പോരുക. കൂടുതൽ സംസാരിക്കാൻ നിന്നാലല്ലേ കുളവാകൂ. അപ്പോൾ കൺമണി പറഞ്ഞു, സംസാരിച്ചില്ലെങ്കിലും കുളവാകും. രവിയേട്ടാ, തനു ചേച്ചി റെഡിയായില്ലെങ്കിലേ നമുക്കൊന്ന് പോയിട്ട് വന്നാലോ? അപ്പോൾ രവിശങ്കർ ചിരിച്ചോണ്ട് പറയാ, ബെസ്റ്റ്. ഞാനോ കൺമണിയോ തനുജയോട് ചെന്ന് ഈ കാര്യം ചോദിച്ചാലേ ഇപ്പം ഇവിടെ ഒരു ഭൂകമ്പം നടക്കും. പിന്നെ തനുജയുടെ യാത്ര മുടങ്ങും, കൺമണിയുടെ യാത്ര മുടങ്ങും. പാവം ദേവ അവിടെ ഇരുന്ന് വിഷമിക്കുകയും ചെയ്യും. എന്തിനാ മോളെ ആ ബോംബിന് പൊട്ടാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നേ? കൺമണി, നീ ധൈര്യമായിട്ട് അങ്ങോട്ട് ചെല്ല്. അപ്പോൾ കൺമണി പറയാ, എന്നാ ഞാൻ പോയിട്ട് വരാം. അവരൊക്കെ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ഞാൻ വെറുതെ വിഷ് ചെയ്തങ്ങ് നടന്നാൽ മതിയല്ലോ അല്ലേ? അപ്പോൾ രവിശങ്കർ പറഞ്ഞു, മതി, അതൊക്കെ അങ്ങൊരു പ്രാക്ടിക്കൽ സെൻസ് എല്ലാം അങ്ങ് ചെയ്താൽ മതി, ശരിയായിരിക്കും. ധൈര്യമായിട്ട് പോയിട്ട് വാ. എന്നിട്ടും കൺമണിയുടെ ടെൻഷനൊന്നും മാറിയിട്ടില്ല. കൺമണി ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞപ്പോൾ കൺമണി കരുതി, ഒരു കാര്യം ചെയ്യാം, ഈ ഗുഡ് മോർണിംഗ് എങ്ങനെ അവരോട് പറയുക എന്നൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ നിന്നും നടന്നൊക്കെ കൺമണി വലിയ പ്രാക്ടീസിങ്ങിലാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് രവിശങ്കർ തിരികെ അവിടേക്ക് വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഗുഡ് മോർണിംഗ് മാഡം, ഗംഭീരം പ്രാക്ടീസിലാണല്ലോ, ഇത് തന്നെ അങ്ങ് ചെയ്താൽ പോരെ? അപ്പോൾ കൺമണി പറഞ്ഞു, എനിക്ക് ധൈര്യം കിട്ടുന്നില്ല രവിയേട്ടാ. അപ്പോൾ രവിശങ്കർ പറഞ്ഞു, അതൊക്കെ ശരിയാവും. അല്ല, കൺമണി എങ്ങനെയാ പോകുന്നേ? അപ്പോൾ കൺമണി പറഞ്ഞു, ഞാനിവിടുന്ന് സാധാരണ പോകുന്ന പോലെ ഒരു ഓട്ടോ വിളിച്ച് പോവാം. ഗൗരവമൊക്കെ അവിടെ ചെന്നിട്ടല്ലേ, അത് ഞാൻ കാണിച്ചോളാം. അപ്പോൾ രവിശങ്കർ പറയാ, ദേവ് വരുമ്പോൾ ഞാനൊരു കാര്യം പറയുന്നുണ്ട്. ഇനി ഈ പെണ്ണിനെ അടുക്കളയിൽ നിർത്തണ്ട, നേരെ കൊണ്ടുപോയി ഓഫീസിൽ ഇരുത്തണമെന്ന്, കട്ടയ്ക്ക് പിടിച്ചോളൂന്ന്. അപ്പോൾ കൺമണി പറയാ, ചതിക്കല്ലേ രവിയേട്ടാ, ഞാനൊന്ന് ജീവിച്ചു പൊയ്ക്കോട്ടെ, ഞാൻ പോയി തിരിച്ചു വരുന്നത് വരെ ഒന്ന് പ്രാർത്ഥിച്ചോണേ, ദൈവങ്ങളൊക്കെ ഒന്ന് കൂടെ നിൽക്കാൻ വേണ്ടി. അങ്ങനെ കൺമണി റെഡിയായി വീട്ടിൽ നിന്നിറങ്ങി. റോഡിലൂടെ കൺമണി നടന്നു പോകുന്നത് ഭരത് കണ്ടു. ആ ഭരത് എന്ന് പറയാ, ദേവ വീട്ടിലില്ലാത്ത സമയം കൺമണി പുറത്തേക്ക് ഇറങ്ങി. രക്ഷിക്കാൻ ആളില്ലാത്ത സമയം ഉപയോഗിക്കാതിരിക്കുന്നത് എങ്ങനെയാ? നീ പോ കൺമണി, ഞാനുണ്ട് പിറകെ. അങ്ങനെ കൺമണി ദേവയുടെ ഓഫീസിലെത്തിയപ്പോൾ തന്നെ ഒരാൾ വന്നിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞു. എന്നിട്ട് പറയാ, അന്ന് മാഡം വന്നപ്പോൾ ഒന്ന് പറയായിരുന്നു, എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ കൺമണി പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ അയാൾ പറയാ, സത്യത്തിൽ എനിക്കൊരു സംശയം തോന്നിയതാ, സാറിൻ്റെ ഭാര്യയാണോന്ന്. കുടുംബത്തിൽ പിറന്നവരെ മുഖം കണ്ടാൽ മനസ്സിലാകുമല്ലോ, പക്ഷേ എന്നാലും. അപ്പോൾ കൺമണി പറയാ, ഞാൻ പറഞ്ഞല്ലോ പേടിക്കണ്ടെന്ന്, ഞാനത് ദേവസാറിനോട് പറയത്തില്ല, പോരെ? അപ്പോൾ അയാൾ പറഞ്ഞു, വളരെ ഉപകാരം മാഡം. അങ്ങനെ കൺമണി അയാളെ നേരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കൺമണി കയറി ചെല്ലുകയും ഫ്രണ്ട് ഓഫീസിലിരുന്ന പെൺകുട്ടിയും ഗുഡ് മോർണിംഗ് പറഞ്ഞു. അപ്പോൾ ആ പെൺകുട്ടിയെയും വിഷ് ചെയ്തിട്ട് കൺമണി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അയാൾ നേരെ കൺമണിയെ ദേവയുടെ ക്യാബിൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ കൺമണി നേരെ ക്യാബിനിലേക്ക് നടക്കുക. അങ്ങനെ കൺമണി നടന്നു പോകവേ മറ്റു ക്യാബിനിലുള്ളവരും കൺമണിയെ വിഷയമാണ്. അതിനുശേഷം കൺമണിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, സാറ് പറഞ്ഞിരുന്നു മാഡം വരുമെന്ന്. ഇവിടെ എല്ലാവരും നല്ല ടെൻഷനിലായിരുന്നു അന്ന് മാഡം വന്നപ്പോൾ തിരിച്ചറിയാതെ പോയതിന്. അപ്പോൾ കൺമണി പറയുക, അന്ന് എൻ്റെ ഭാഗത്തുനിന്നും കുഴപ്പമുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലല്ലോ ആരോടും. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, മാഡം ഇന്ന് മുഴുവൻ ഓഫീസിലുണ്ടാകുമോ? അപ്പോൾ കൺമണി പറഞ്ഞു, അയ്യോ ഇല്ല, ഇവിടെ നിന്നൊരു കാര്യം എടുക്കാൻ എന്നോട് പറഞ്ഞിരുന്നു, അതെടുത്തിട്ട് ഞാൻ പെട്ടെന്ന് പോവും. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ ചോദിക്കുക, മാഡം ഒരു സംശയം ചോദിച്ചോട്ടെ? അപ്പോൾ കൺമണി പറഞ്ഞു, അതിനെന്താ, ചോദിച്ചോളൂ. അപ്പോൾ അയാൾ ചോദിക്കുക, അല്ല, സ്റ്റാഫിനിടയിലുള്ളൊരു ടോക്കാണ്, അധികം വൈകാതെ ഓഫീസിൽ മാഡം കൂടെ ഉണ്ടാകുമെന്ന്. അപ്പോൾ കൺമണി പറഞ്ഞു, അതെന്തായാലും ഇല്ല. അപ്പോൾ അവർ വീണ്ടും ചോദിക്കുക, അല്ല സാർ അങ്ങനെ ഒരു തീരുമാനം എടുത്താലോ? അപ്പോൾ കൺമണി പറഞ്ഞു, സാറിൻ്റെ ഈ ഓഫീസ് ലോകം വേറെ, എൻ്റെ ലോകം വേറെ. ഓക്കെ, ഞാൻ പറഞ്ഞതൊന്ന് എടുത്തോട്ടെ എന്ന് അവരോട് കൺമണി പറഞ്ഞപ്പോൾ ഓക്കെ മാഡം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും അവിടെ നിന്ന് അങ്ങ് പോയി. അങ്ങനെ കൺമണി വന്ന് ദേവയുടെ ചെയറിലൊക്കെ ഇരുന്നിട്ട് പേഴ്സിൽ നിന്ന് കീ എടുത്ത് ആ ഡ്രോ തുറക്കുകയാണ്. ഇതേ സമയം സ്വപ്ന വീട്ടിൽ ചായയും കുടിച്ച് മാഗസിനും വായിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അനന്യ ഓടിപ്പിടിച്ച് സ്വപ്നയുടെ അടുത്ത് വന്നു. എന്നിട്ട് ചോദിക്കുക, സ്വപ്നെ നീ ഒരു കാര്യം അറിഞ്ഞോ? നമ്മുടെ കൺമണിയെ വലിയൊരു ഓഫീസറായി. ദേ അവളിപ്പോൾ ദേവയുടെ ഓഫീസിലാണ്.
ദേവയ്ക്ക് പകരം ഓഫീസിലെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി. അപ്പോൾ സ്വപ്ന ചോദിക്കാം, നിനക്കെന്താ വട്ടായോ? അവളെങ്ങനെ ദേവയ്ക്ക് പകരക്കാരിയാവുന്നേ? അപ്പോൾ അനന്യ പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല. ഇവിടെ കൺമണി ഇല്ല. ചോദിച്ചപ്പോൾ ദേവയുടെ ഓഫീസിൽ പോയിരിക്കുകയാണെന്ന് പറയുകയും ചെയ്തു. അതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? അപ്പോൾ സ്വപ്നം പറയാ, എങ്ങനെയെങ്കിലും അവളെ നമുക്ക് മുകളിൽ പ്രതിഷ്ഠിച്ചാലല്ലേ ദേവയ്ക്ക് സമാധാനമാകൂ. അതുകൊണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കുന്നതായിരിക്കും. ഈ പൊട്ടി ഓഫീസിൽ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? അപ്പൊ അനന്യ പറഞ്ഞു, അങ്ങനെ വെറുതെ പറഞ്ഞു തള്ളുവൊന്നും വേണ്ട. അവൾക്ക് വിദ്യാഭ്യാസം ഇല്ല, പിന്നെ ഓഫീസിലെ കാര്യങ്ങളിൽ വലിയ പരിചയവും ഉണ്ടാവില്ല. പക്ഷേ ആളുകളോട് ഇടപെടാനും കയ്യിലെടുക്കാനും അവൾക്ക് നല്ല മിടുക്കാം. അപ്പൊ സ്വപ്ന പറഞ്ഞു, എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, ഞാൻ ഇതിന്റെ പുറകെ നടക്കാനൊന്നും ഇല്ല. ഇതും പറഞ്ഞ് സ്വപ്ന അങ്ങ് പോയപ്പോൾ അനന്യ സ്വപ്നയെ വിളിച്ച് മാറ്റി നിർത്തുക. ഇങ്ങനെ അങ്ങ് വിട്ടാൽ ശരിയാകുമോ? ഇനിയുള്ള ദിവസങ്ങള് ദേവയും അവളും കൂടി ഇവിടെ നിന്ന് ഓഫീസിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോവും. എന്നിട്ട് അവൾ ദേവയോടൊപ്പം പോയിരുന്ന് ജോലി ചെയ്യും. എന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ ഇവിടെ വന്നിരുന്ന് അമ്മയോടും അച്ഛനോടും വിളമ്പും. പിന്നെ നമ്മുടെ സ്ഥാനം എന്തായിരിക്കും? അവൾ വലിയൊരു ഉദ്യോഗസ്ഥയും നമ്മൾ വേലയും കൂലിയും ഇല്ലാത്തവരും. പിന്നെ നമ്മൾ തൂങ്ങിച്ചാവുന്നതായിരിക്കും അതിലും നല്ലത്. അനന്യ ഇങ്ങനെ പറഞ്ഞപ്പോൾ സ്വപ്നയും അത് വലിയ കാര്യമായിട്ട് നിന്ന് ചിന്തിക്കുക. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി.